2024 ഇലക്ഷൻ്റെ മൂന്നാമത്തെ ഫേസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും 4 ഫേസും കൂടുണ്ട്. ഇലക്ഷൻ 2024 പാർലമെൻറ്റിലോട്ടുള്ള ആരാണ് ഭരിക്കുന്നത് എന്ന് തീരുമാനിക്കും. അതിനേക്കാളുപരി പ്രഡിക്ഷൻസൊക്കെ വളരെ കറക്റ്റാണ്. കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയാൻ തുടങ്ങി മോദി അധികാരത്തിൽ വരും, നല്ല ഭൂരിപക്ഷം ഉണ്ടാകും. ഇനി ചോദ്യമുണ്ട്, മോദി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ, അതായത് കോൺഗ്രസിൻ്റെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയായ കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥിതി എന്തായിരിക്കും? പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി കഴിഞ്ഞ 10 വർഷമായിട്ട് 2014-ലും 2019-ലും ഭീകരമായ തോൽവിയാണ് ഏറ്റുവാങ്ങിയത്. 2019-ൽ കോൺഗ്രസിന് കിട്ടിയ തോൽവി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത്ര അതമ്പതിച്ച രീതിയിലുള്ള തോൽവി കിട്ടിയത്. അത് രാഹുൽ ഗാന്ധിയാണ് നയിച്ചത്. 2014 രാഹുൽ ഗാന്ധിയാണ് ഈ പാർട്ടിയെ നയിക്കുന്നത്. ഇതൊക്കെ അവിടെ നിൽക്കുകയാണ്. അപ്പോഴെങ്ങനെയായിരിക്കും 2024 തോൽവി എന്ന് പറഞ്ഞാൽ, ഞാൻ ആ പറയുന്ന മാർജിൻ എന്ന് പറയുന്നത് ഏകദേശം 60 അല്ലെങ്കിൽ 70 സീറ്റുകൾ കോൺഗ്രസ്സിന് കിട്ടുകയാണെങ്കിൽ, ഞാൻ അതിൽ കൂടുതലും കോൺഗ്രസ്സിന് സീറ്റ് കിട്ടും ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നില്ല. എൻ്റെ ഒരു പ്രഡിക്ഷൻ ഒരു 55-60 സീറ്റിൽ കൂടുതൽ കോൺഗ്രസ്സിന് കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, കോൺഗ്രസ് പാർട്ടിയുടെ രാഹുൽ ഗാന്ധിയുടെ സ്ഥിതി എന്താകും? കാരണം ഇപ്പം കോൺഗ്രസ് പാർട്ടിയെ ഭരിക്കുന്ന രാഹുൽ ഗാന്ധി അതിൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെ വെച്ചിട്ടാണ്. ഖർഗെ എന്ന് പറഞ്ഞ കർണാടകക്കാരന് അയാൾ വെറുതെ അവിടെ ഇരുത്തിയേക്കുന്നേ ഉള്ളൂ. അതൊക്കെ വലിയ പ്രസക്തിയൊന്നുമില്ല. അതായത് രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയക്കാരൻ, അതായത് ആ രാഷ്ട്രീയക്കാരൻ എന്ന് പറയാൻ പോലും എനിക്ക് നാണക്കേടാണ്. കാരണം രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠം പോലും അറിയാതെ കോൺഗ്രസ് പാർട്ടിയെ ഇത്രയും വർഷം നശിപ്പിച്ച്, UP-യിലും നശിപ്പിച്ച്, ഇന്ത്യയിലും നശിപ്പിച്ച്, 8-ൽ പരം കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രിമാർ, അതേപോലെ പല PCC പ്രസിഡന്റുമാർ എല്ലാം പാർട്ടി വിട്ടുപോയി. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഫെയ്റ്റ് എന്താവും? അതായത് അയാൾ എങ്ങോട്ട് പോകും? ഇതാണ് ചോദ്യം. കാരണം പുള്ളിക്കെതിരെ രാഷ്ട്രീയത്തോട് യാതൊരു താല്പര്യമില്ല. എല്ലാ കാര്യങ്ങളും ആൾക്കാർ എഴുതി കൊടുക്കുന്ന അതേപോലെ തത്തയെ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിച്ചു കൊണ്ട് പറയുന്നു. അതും പറയുന്നത് മുഴുവനും തെറ്റുമാണ്. പറയുന്നതെല്ലാം ബ്ലണ്ടറാണ്. ഇപ്പോൾ ചക്ക എന്ന് പറഞ്ഞാൽ മാങ്ങയെന്ന് വായിക്കും, മാങ്ങയെന്ന് പറഞ്ഞാൽ തേങ്ങയെന്ന് പുള്ളി ധരിക്കുന്ന ആ രീതിയിലാണ്. അതുകൊണ്ടാണ് വളരെ മുൻപ് ഞാൻ പറഞ്ഞത്, പല ആവർത്തി അദ്ദേഹത്തെ കണ്ടിട്ട് എൻ്റെ ഒരു നിരീക്ഷണം, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടിയുടെ ആ ബോധം മാത്രമേ ഉള്ളൂ. ഇന്ത്യയെ പറ്റി ഈ ചെക്കനൊരു കുന്തും അറിയത്തില്ല. 53 വയസ്സുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയോ എഴുതി കൊടുക്കുന്നു, അതെടുത്ത് വായി തോന്നുന്ന രീതിയിൽ വായിക്കുന്നു, പറയുന്നു. ആദ്യം കുറച്ച് നാൾ ഈ OBCയെ പറ്റി, റിസർവേഷനെ പറ്റി പറഞ്ഞ് ഇപ്പോൾ അതിനെപ്പറ്റി മിണ്ടുന്നില്ല. കാരണം ഇതെല്ലാം പറയുന്നതെല്ലാം ഫ്ലോപ്പായിട്ട് വരുവാണ്, ബ്ലണ്ടർ മാത്രം പറയുന്നു. അപ്പോൾ അടുത്ത ചോദ്യം, രാഹുൽ ഗാന്ധിയുടെ ഫ്യൂച്ചർ എന്താ? രാഹുൽ ഗാന്ധി ഇത് നല്ല തോൽവി 2024 കിട്ടുവാണെങ്കിൽ രാഹുൽ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് ഔട്ടാകും, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒന്നുമല്ലാതായി മാറും. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കൂടെ ചുറ്റും ഈ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ട്, ഈ തലയിൽ ഓതി കൊടുക്കുക. നമ്മുടെ KC വേണുഗോപാൽ, ജയറാം രമേശ്, സുർജേവാല, കുറച്ച് ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ രാഷ്ട്രീയം തീരും. അതിൻ്റെ പ്രതീകമായിട്ടാണ് KC വേണുഗോപാൽ ഒരു മുഴം മുമ്പേ എറിഞ്ഞു. അതായത് അടുത്ത മാസം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പരാജയം ഇവർക്കൊക്കെ ഉറപ്പാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സുധാകരനെ അവിടെ കയറ്റാത്തത്. ഞാൻ അറിഞ്ഞു, അതായത് വളരെ കൃത്യമായിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിലെ സീനിയർ നേതാക്കൾ പറഞ്ഞതാണ്. സുധാകരനെ മാറ്റി നിർത്തി കൊടിക്കുന്നിൽ സുരേഷിനെ, അതായത് ദളിത് നേതാവിനെ KPCC പ്രസിഡൻ്റായിട്ട് ഇരുത്തുന്നു. പിന്നീട് സംഘടനാ അഴിച്ചുപണി വരുന്നു. KC വേണുഗോപാൽ KPCC പ്രസിഡൻ്റായിട്ട് തിരിച്ചു വരുന്ന, അടുത്ത മുഖ്യമന്ത്രിയാകാനുള്ള തയ്യാറെടുപ്പ്. എന്താ ഗെയിം? ഇതാണ് നടത്തിയത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ സംഭവമാണ്. കാരണം ഈ രാഹുൽ ഗാന്ധി പാർട്ടിയിൽ നിന്ന് പുറത്താകുക, അല്ലെങ്കിൽ സ്വയം പുറത്തു പോവുകയും, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി നശിച്ചു പോവുകയും, മറ്റൊരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ്, അതായത് ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ ഔട്ട്ഫിറ്റ് ഇന്ത്യയിലുണ്ടാവും. അതിൻ്റെ കാരണം ജനാധിപത്യമാണ്. ഇവിടെ ഭരണകക്ഷിയുണ്ട്, പക്ഷേ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്, ഒപ്പോസിഷൻ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ആവശ്യമാണ്. അതായത് ഈ കോൺഗ്രസ് പാർട്ടിയിലെ പല നേതാക്കളും, സീനിയറായുള്ള പല നേതാക്കൾക്കും, KC വേണുഗോപാലും ഈ പറയുന്ന ചുറ്റുവട്ടം രാഹുൽ ഗാന്ധിയുടെ കൂടെ നിൽക്കുന്നവരെ, ഇവരുടെ ഓരോ പ്രവർത്തനവും കണ്ണെടുത്താൽ കണ്ടുകൂടുക. കഴിഞ്ഞിടയ്ക്ക് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി വന്ന സമയത്ത് അശോക് ഗെഹ്ലോട്ടും ഉണ്ട്.
അപ്പം അശോക് ഗെഹ്ലോട്ട് വന്ന് രാഹുൽ ഗാന്ധിയെ കൈ കൂപ്പുന്നു. തിരിച്ച് KC വേണുഗോപാൽ എന്ന് കൈ കൊടുക്കാൻ അശോക് അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഗെഹ്ലോട്ടും മനഃപൂർവ്വം KC വേണുഗോപാലിന് കൈ കൊടുത്തില്ല, ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തില്ല. അത് വിഷ്വൽസി വളരെ ക്ലിയറാണ് ഈ സംഭവം. അപ്പം സീനിയറായിട്ടുള്ള പല നേതാവ്, ഇപ്പോൾ കപിൽ സിബലിലൊക്കെ ഈ പാർട്ടിയിൽ നിന്ന് പോകാനുണ്ടായ കാരണം ഈ രാഹുലിൻ്റെ മണ്ടത്തരവും പൊട്ടത്തരവുമാണ്. അതായത് നിങ്ങൾ കണ്ടോണം, ഇപ്പോൾ രാഹുൽ ഗാന്ധി പോകുന്നിടത്ത് പല മുൻ മുഖ്യമന്ത്രിമാരെ, ഒന്ന് ഗെഹ്ലോട്ട് വരും, ഒന്ന് ഭൂപേഷ് ബാഗൽ വരും. ബാക്കിയുള്ള കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രിമാരെല്ലാം പൂർണ്ണമായിട്ടും ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വിട്ടുമാറിപ്പോയി. കാരണം കോൺഗ്രസിൻ്റെ അകത്ത് ഇന്ത്യയിൽ ഓരോ പോസ്റ്റ് ഓഫീസുണ്ട്, അവിടെയൊക്കെ പാർട്ടി യൂണിറ്റ് ഉണ്ടായിരുന്ന ഒരു ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയെയാണ് ഈ രാഹുൽ ഗാന്ധിയും കൂടെയുള്ളവരും കഴിഞ്ഞ 10-25 വർഷം കൊണ്ട് നശിപ്പിച്ച് ഇതിനെ നാറണക്കല്ലാക്കിയത്. അത് UPയുടെ ചാർജാർജ്, UPയിൽ ഈ പാർട്ടി എവിടെയും അനങ്ങാൻ പറ്റാത്തില്ല. ആ പാർട്ടി പൂർണ്ണമായിട്ട് വൈപ്പ് ഔട്ട് ചെയ്തു പോയി. അവിടെ അഖിലേഷ് യാദവിൻ്റെ കനിവ് കൊണ്ട്, കാരണം അവിടെ പലയിടത്തും അവരുടെ പാർട്ടിക്ക് പോലും കാൻഡിഡേറ്റ്സിനെ നിർത്താൻ കിട്ടുന്നില്ല. കാരണം ഡൗൺ റോഡറായിട്ട് പാർട്ടി പൂർണ്ണമായിട്ടും തോറ്റുപോകും. അവിടേക്കാണ് പലയിടത്തും സീറ്റ് കൊടുത്തിരിക്കുന്നത്. ആ സീറ്റിൽ പോലും പലയിടത്തും പല കോൺസ്റ്റിറ്റ്യുവൻസിയിലും കോൺഗ്രസ് പാർട്ടിക്ക് ആളിനെ കിട്ടുന്നില്ല. അവസാനം അഖിലേഷ് യാദവിനോട് പറഞ്ഞ് ഇൻഡിപെൻഡൻ്റ് അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് നിർത്തുവാണ്. കാരണം ആൾക്കാർക്ക് സ്പെൻഡ് ചെയ്താലും പണം, ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അറിയാം, പണം സ്പെൻഡ് ചെയ്യണം. പണം സ്പെൻഡ് ചെയ്താലും ജയിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്തിനു സ്പെൻഡ് ചെയ്ത് ഈ പാർട്ടിയുടെ ടിക്കറ്റിൽ മത്സരിക്കുന്നു. ഇവരുടെ എല്ലാ ഒരു ധാരണ ഉണ്ടായിരുന്നു, ഒരു മുസ്ലിം വോട്ട് ബാങ്കാണ് പാർട്ടിയുടെ സംഭവം. അതായത് ഈ നോർത്ത് ഇന്ത്യൻ ഭാഗത്ത് അതും പാർട്ടിയുടെ കയ്യിൽ നിന്നും പോയി. അതായത് കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ദുരന്തം നേരിടുകയാണ് രാഹുൽ ഗാന്ധി മുഖാന്തരം. ഇപ്പം കേരളത്തിലുള്ള ആൾക്കാരൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പലരും പറയുന്നത് രാഹുൽ ഗാന്ധി നല്ല മനുഷ്യനാണ്, വളരെ പോസിറ്റീവ് തിങ്കിങ് ആണ്, സ്നേഹമുള്ള. ഈ സ്നേഹവും നല്ല മനുഷ്യൻ്റെ കാര്യമൊന്നുമല്ല. ഒരു നല്ല രാഷ്ട്രീയക്കാരൻ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് കോൺഗ്രസ് പാർട്ടി പറയുമ്പോഴും കേരളത്തിലുള്ള പൊളിറ്റീഷ്യൻസും കോൺഗ്രസ്സുകാരും പറയുമ്പോഴും അതിനുള്ള ക്വാളിറ്റി എന്താണ് രാഹുൽ ഗാന്ധിക്കുള്ളത്? അതായത് 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനും വെച്ചുകൊണ്ട് ആ തല മാത്രമേ ഉള്ളൂ രാഹുൽ ഗാന്ധി. അതുകൊണ്ടാണ് പല ആവർത്തിയും രാഹുൽ ഗാന്ധി ഞാൻ പൊട്ടനെന്നും പറഞ്ഞത്. ഇത് നേരിട്ടറിയാവുന്നതുകൊണ്ടാണ്. അല്ലാതെ നിങ്ങളീ പറയുന്ന തേർഡ് പാർട്ടി പറഞ്ഞ് ഞാനൊരു 10-12 പ്രാവശ്യം രാഹുൽ ഗാന്ധിയെ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്, സംസാരിച്ച് അതിൽ നിന്ന് മനസ്സിലാക്കിയതാണ് ഈ പയ്യന് ഇയാൾക്ക് ഒരു കുന്തവും അറിയത്തൊന്നുമില്ല. ഇന്ത്യ എന്താ, കോൺഗ്രസ് പൊളിറ്റിക്സ് അതിനെപ്പറ്റിയും അറിയത്തില്ല. എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ അതേപോലെ പറയുന്നു, വായിക്കുന്നു എന്നല്ലാതെ അയാളുടെ ഒരു പൊളിറ്റിക്കൽ സ്പീച്ച് നിങ്ങളെടുത്ത് നോക്ക്. അതായത് ഈ കേംബ്രിഡ്ജിൽ പോയി സംസാരിക്കുക, അതൊക്കെ മറ്റുള്ളവർ എഴുതി കൊടുക്കുന്നതാണ്. അതിനകത്ത് എവിടെയെങ്കിലും തെറ്റുവാണെങ്കിൽ പുള്ളിക്ക് അതിൻ്റെ ട്രാക്ക് മുഴുവനും പോവുകയാണ്. ഇന്ത്യൻ എക്കോണമിയെ പറ്റി അറിയത്തില്ല, ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ്സിനെ അറിയത്തില്ല, ഗ്ലോബലായിട്ട് ഇന്ത്യയുടെ പവർ എന്താ അതിനെപ്പറ്റിയും അറിയത്തില്ല. പറയാനുള്ളത് കുടുംബത്തിൻ്റെ പാരമ്പര്യമാണ്. നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി, ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എത്ര നാളാണ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്? അതായത് ലോകം ചേഞ്ചായി, ഗ്ലോബലായിട്ട് ചേഞ്ചായി. ഇന്നത്തെ ജനറേഷന് ഈ പറയുന്ന കുടുംബവും പാരമ്പര്യവും മണ്ണാങ്കട്ടയൊന്നും ആർക്കും താല്പര്യമില്ല. കാരണം അവർക്കറിയേണ്ടത് അവർക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രധാനമന്ത്രി എന്ന നിലയിലാണ് മോദി കയറി വന്നത്. കഴിഞ്ഞ 10 വർഷം മോദി എന്താണ് ചെയ്തത്, ഇന്ത്യക്ക് വേണ്ടി ചെയ്ത് അതിനെ കൗണ്ടർ ചെയ്യാൻ പോലും കോൺഗ്രസ് പാർട്ടിയും അവരുടെ നേതാക്കൾക്ക് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല. എപ്പോഴും പറഞ്ഞുകൊണ്ട് നടന്നത് എന്തുവാ, 400 സീറ്റ് കിട്ടുമോ, 400 സീറ്റ് കിട്ടുമോ. ഇതല്ല ഇവിടുത്തെ ചോദ്യം. ഇന്ത്യയുടെ പല ഇഷ്യൂസ് ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഇവർക്ക് പറയുവാൻ കഴിയുന്നത്? അതിനകത്തോട്ട് 28 പാർട്ടികളുള്ള കോർഡിനേഷൻ. ചിലർ പറയുന്നു CAA മാറ്റും, ചിലർ പറയുന്നു കാശ്മീർ ആർട്ടിക്കിൾ 370 മാറ്റും. അതായത് കംപ്ലീറ്റ് കൺഫ്യൂസ്ഡ് ആക്കി മാറ്റി. ഇവരുടെ ധാരണയൊക്കെ കുടുംബവും പാരമ്പര്യവും രാഹുൽ ഗാന്ധി കുടുംബം അതിൻ്റെ പേരിൽ വോട്ട് ചെയ്യുന്നതാണ്. കഴിഞ്ഞ 10 വർഷം പഠിക്കാത്തത് ഇനി 2024 ഇവരെന്ത് പഠിക്കാനാണ്? ചോദ്യം വളരെ പ്രസക്തമാണ്. ഇതിനൊന്നും ഉത്തരം കൊടുക്കാൻ കോൺഗ്രസിൻ്റെ നേതാക്കൾക്കും അതേപോലെ തന്നെ കോൺഗ്രസിനെ ഈ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കക്ഷികൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ ഇന്ന് ഈ പാർട്ടി നിലനിൽക്കുന്നത് 2024 ഇലക്ഷൻ കഴിയുമ്പോൾ കേരളത്തിൽ BJP ഇൻട്രോഡ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ
ഉറപ്പായിട്ടും പറയാം, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഈ കെ.സി. വേണുഗോപാൽ ഉദ്ദേശിക്കുന്ന 2026 അസംബ്ലി ഇലക്ഷനിൽ കോൺഗ്രസ് അധികാരത്തിൽ വരത്തില്ല. ഇതാണ് ബേസിക്കലി മുൻകൂട്ടി കാണേണ്ടത്. കാരണം BJP ഇവിടെ വോട്ട് ഷെയർ കൂട്ടിയാൽ 2026 BJP ആയിരിക്കും കിങ് മേക്കർ എന്ന് പറഞ്ഞ സംഭവം. അതുപോലും മനസ്സിലാക്കാതെയാണ് കേരളത്തിലെ പല കോൺഗ്രസ് നേതാക്കളും 2026 മന്ത്രിയാകാനും മുഖ്യമന്ത്രിയാകാനും KPCC പ്രസിഡന്റ് ആകാനും ഈ പാവിരിച്ച് നടക്കുന്നത്. ആ മണ്ടത്തിലും വിഡ്ഢിത്തരവും വീണ്ടും ആവർത്തിക്കുന്നു. അതാണ് ഇതിൻ്റെ വീഡിയോയുടെ ലക്ഷ്യം.